നിങ്ങളെ എടുക്കുന്നത് നിങ്ങളെ ആരും ഹലോ ഗൈസ്, എന്താണ് എല്ലാവരുടെയും പരിപാടി? നമ്മളത് ഓണത്തിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. ഇത് നമ്മുടെ തിരുവോണത്തിൻ്റെ അന്നായിരുന്നു. സൺഡേ എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ വീട്ടിൽ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ രാവിലെ സാറ്റർഡേ ഹാങ് ഓവറിൽ എണീക്കാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂവൊക്കെ പറിച്ച് പൂക്കളിടാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പൂവൊക്കെ കിള്ളി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കയ്യിൽ വേറെ കളർ പൂക്കളില്ല എന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി കുറച്ച് പൂ പറിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളിതേ പുറത്തൊക്കെ ഇറങ്ങി. അവിടെ എന്താ പറയുക, ചെറിയ അരളി പോലത്തെ പൂവുണ്ടായിരുന്നു. അപ്പോഴത്തെ വീട്ടിലെ അത് അറബ്സിൻ്റെ വീടാണ്. അത് പുറത്തായതുകൊണ്ട് അവർ കാണില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പൂവൊക്കെ പറിച്ച് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇല ചെടിക്ക് വേണ്ടിയിട്ട് അവിടെ ഏതോ ഒരു മരം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇലച്ചെടിയൊക്കെ പറിച്ച് നമ്മൾ പിന്നെ ദേ പൂക്കളിടാൻ വേണ്ടി വന്നു. നല്ല ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പക്ഷെ എന്നാലും പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചൂടുണ്ട്. എന്താ പറയുക, അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം സെറ്റായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പോയി. പിന്നെ അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി. വരയ്ക്കാനൊന്നും നിന്നില്ല. ആക്ച്വലി ചോക്കൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ കൈവച്ച് തന്നെ ഡിസൈനൊക്കെ സെറ്റാക്കി ഞങ്ങൾ പതുക്കെ പതുക്കെ പൂവൊക്കെ ഇട്ട് തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കാട്ടിയിടുന്നുണ്ട്. പക്ഷേ ഇട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിട്ടോ. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര എന്താ പറയുക, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു പൂക്കളായിരുന്നു ഞങ്ങൾ ഇട്ടതെന്ന് തോന്നിപ്പോയി. നല്ല പൂക്കളം തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. നന്നായിട്ടില്ലേ? ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മനിർവൃതിയാണല്ലോ. പണ്ട് വീട്ടിലാകുമ്പോൾ ഞാനും അമ്മയും കൂടെ പറയായിരുന്നു, പൂക്കളം ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പൂക്കളം പോയി നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക തരം എന്താ പറയുക സുഖമാണെന്നുള്ളത്. പിന്നെ നമ്മളെല്ലാവരും അവിടെയൊക്കെ നിന്ന് എല്ലാവരും പൂക്കളത്തിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. ഇപ്പം തന്നെ ലേറ്റായി. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി സാമ്പാറും ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക ചെയ്തത്. പക്ഷെ നമ്മൾ എക്സ്ട്രാ വേണ്ടിയിട്ട് പായസം മാത്രം നമ്മൾ വീട്ടിൽ വെച്ചു. അടപ്രഥമനാട്ടോ വെച്ചത്. എനിക്ക് അടപ്രഥമനിൽ വലിയ എന്താ പറയുക, എന്തോ പറയുമല്ലോ, ഉണ്ടാക്കാൻ വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കിങ്ങിലോട്ട് കടന്നില്ല. ബട്ട് ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ ഞാൻ ചെയ്യായിരുന്നു. അപ്പോൾ മാളും അഞ്ജന ചേച്ചിയും കൂടിയാണ് അവിടെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് മോണോപ്പൊളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ഫേസ് പാക്കൊക്കെ ഇട്ടിരുന്ന് നമ്മൾ ഓണത്തിന് എന്തായാലും സാരിയൊക്കെ എടുക്കല്ലേ, അപ്പോൾ എന്തായാലും മുഖമൊക്കെ ഒന്ന് സൂപ്പറാക്കണമല്ലോ. അതിന് വേണ്ടി നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നേരം ഇരുന്ന്. ടൈം ഉണ്ടായിരുന്നു, കുക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈം കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, അവർ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഫുഡ് എത്തിയപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡ്രസ്സ് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ ഓർത്തത് നമുക്ക് പപ്പടം ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ പപ്പടം കുക്ക് ചെയ്യാനായിട്ട് കയറി. കാരണം പായസം പപ്പടം പഴവും കൂട്ടി കഴിക്കുന്നതാണല്ലോ രസം. അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും പപ്പടം അത്യാവശ്യം വേണം. ഓരോ പപ്പടം വെച്ച് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തരുള്ളൂല്ലോ. പിന്നെ നമ്മൾ പപ്പടമൊക്കെ കുക്ക് ചെയ്തെടുത്തു. ആവശ്യത്തിലധികം പപ്പടങ്ങളുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ പായസം അടപ്രഥമൻ സെറ്റ്. നമ്മൾ അടച്ചു വെച്ചേക്കായിരുന്നു കുറച്ച് നേരത്തേക്ക്. നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. ഞാൻ ഒരു സിൽവർ കളർ കസവുള്ള സെറ്റ് മുണ്ടായിട്ട് എടുക്കുന്നത്. ഈ ഒരു ബ്ലൂ കളർ എന്താ പറയുക ബ്ലൗസാണ് പെയർ ചെയ്യുന്നത്. നമ്മളപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ എന്താ പറയുക മേക്കപ്പും സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആവുകയാണ്. പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. വെറുതെ ഒരു രസം. ഓണത്തിന് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനാണല്ലോ. ട്രാൻസാക്ഷൻ എടുക്കാമെന്നൊക്കെ ഉള്ള തയ്യാറെടുപ്പായിരുന്നു. പക്ഷെ അതൊന്നും സെറ്റായില്ല. പിന്നെ ആസ് യൂഷ്വൽ ഓണത്തിന് മുന്നേ എന്താ പറയുക, പൂക്കളത്തിൻ്റെ അവിടെ നിന്നുള്ള ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അത്യാവശ്യം അപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഇലയിലൊക്കെ എന്താ പറയുക ഓരോന്നാക്കി ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് പേര് ടേബിളിലും കുറച്ച് പേര് താഴെയാണ് ഇരുന്നത്. ഞാൻ ഓണത്തിന് തന്നെ താഴെ ഇരിക്കുള്ളൂ എന്നുള്ള എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതുള്ളതാണ്. ഡ്രസ്സ് എടുത്തിട്ട് താഴെ ഇരിക്കാൻ പാടാണ്. പക്ഷെ ഓണമായതുകൊണ്ട് നമ്മൾ താഴെ തന്നെ ഇരിക്കണമല്ലോ. അങ്ങനെയല്ലേ അതിൻ്റെ രസം. അപ്പോൾ താഴെയൊക്കെ കുറച്ച് പേർക്ക് താഴെയും കുറച്ച് പേർക്ക് മുകളിലായിട്ടാണ് നമ്മൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തത്. ഇതാട്ടോ ഞങ്ങളുടെ സദ്യയായിരുന്നേ.
സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് വയറിറയുന്നൊരു ഫീലാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ചിലപ്പോൾ അതിലെ കറിയൊക്കെ കൂട്ടിയില്ല എന്ന് വരും, എന്നാൽ പോലും നമ്മൾ എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് കഴിക്കുന്നൊരു ഐറ്റമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സദ്യയായിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ആ പപ്പടവും പഴമൊക്കെ കൂട്ടി പായസം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഇവർ മേളിലായിരുന്നു, ഞങ്ങൾ താഴെ ഇരുന്നു. സദ്യ കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ദംഷറാസ്. സദ്യ എന്നല്ല, നമ്മളെപ്പോൾ കൂടിയാലും ഈ ഒരു സാധനം നമുക്ക് സ്ഥിരമുള്ളതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. എപ്പോഴും ഗേൾസ് റെഡിയും ബോയ്സ് റെഡിയും ആ ഒരു രീതിയിലാണ് ഇരിക്കുക. എബോ ആണെങ്കിൽ എപ്പോഴും കള്ളക്കളി ഒരു സാധനമാണിത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഭയങ്കര പോവാണ് ദംഷറാസിൽ. എന്തായാലും എന്താ പറയുക, അതും ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ. അതിന്റെ നടനും നടിയൊക്കെ ചോദിച്ചോ? അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കസേരകൾ തുടങ്ങി. ആക്ച്വലി നമ്മൾ വയറൊക്കെ നിറഞ്ഞൊന്ന് ശമിപ്പിക്കാനായിട്ട് ദംഷറാസ് അതിൻ്റെ ഇടയിൽ കയറ്റിയത്. എന്നിട്ട് ഇതേ നമ്മൾ കസേരകളി ഇതൊക്കെ തുടങ്ങി. പുറത്ത് പോകുന്നില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഇനിയും ടൈമുണ്ട് വൈകുന്നേരം ചൂടൊക്കെ കുറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കസേരയൊക്കെ ഇട്ടിട്ട് കസേരകളി തുടങ്ങി. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ ഔട്ടായി. എപ്പോഴും കസേര കളിക്ക് ഞാനിങ്ങനെ തന്നെയാണ്. എന്താ പറയുക, ആകെ ഒരു വട്ടം എന്തോ ഞാൻ കസേര കളിക്ക് ഫൈനലിൽ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ വട്ടവും ഞാൻ എന്താ പറയുക, ഒരു തേർഡ് 3 റൗണ്ടിനുള്ളിൽ തന്നെ ഞാൻ ഔട്ടാവുന്നതായിരിക്കും. കസേരകളിൽ ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതിന് ആക്ച്വലി ഒരു നെയ്ക്കൊക്കെ ഉണ്ട് തോന്നുന്നു ചെയ്യണേന്. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്തായാലും കസേരകളിയൊക്കെ കളിച്ച് അവസാനം നമ്മുടെ അഞ്ജന ചേച്ചി ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോയി. അഞ്ജന ചേച്ചിയായിരുന്നു ഫൈനൽ. പക്ഷെ അഞ്ജന ചേച്ചി തന്നെ കപ്പെടുത്തു. അങ്ങനെ നമ്മൾ വെയിലൊന്ന് കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ പാർക്കിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ പോലെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ലെമൺ ആൻഡ് സ്പൂൺ റൈസ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, സ്പൂണും ലെമണും ഒക്കെ. അങ്ങനെ നമ്മൾ ഓരോ ഘട്ടമായിട്ട് ലെമൺ ആൻഡ് സ്പൂൺ റൈസ് വെച്ചു. അതിലും ഫൈനൽ വന്നത് മാളും എബോവാണ്. എന്നിട്ട് അവരവസാനം എന്താ പറയുക, ഒടുക്കത്ത് ഓടിയിട്ട് രണ്ടുപേരുടെ കയ്യിൽ നിന്നും പോയി. എന്തായാലും നമുക്കതൊരു രസമായിരുന്നു ശരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളങ്കര കളിച്ചു. കാരണം നമ്മുടെ വേറെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലല്ലോ. അപ്പം പ്രോപ്പർട്ടി ഒന്നും ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന സംഭവം അതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കളിച്ചിട്ട് മാളുമാണ് അതിൻ്റെ അകത്ത് ജയിച്ചത്. ഞാനും അവളാണ് ഫൈനലിൽ എത്തിയത്. അങ്ങനെ അവൾ അതിലൊക്കെ ജയിച്ചു. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ വീട്ടിലോട്ടൊക്കെ പോയി. ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാ ഫംഗ്ഷനും ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. ഞങ്ങളുടെ ഫാമിലി രണ്ടും വലിയ ഫാമിലിയാണ്. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ തറവാട്ടിൽ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ ഉച്ചയ്ക്ക് സദ്യയും സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോ സെഷനും എന്താ പറയുക, അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. പിന്നെ നമ്മളിവിടെയും അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളെല്ലാവരും, എന്താ പറയുക, ആ ഒരു സന്തോഷം നിലനിർത്താനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കണേ. അതുപോലെ തന്നെ നല്ലൊരു ഓണമായിരുന്നു ഇവിടെയും. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും ഓണം അടിപൊളിയായിരുന്നു എന്നാണ് വിചാരിക്കണം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെയും എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.